ഇസ്രായേൽ പാലസ്തീൻ പ്രതിസന്ധിയും റഷ്യ ഉക്രൈൻ യുദ്ധവും ബംഗ്ലാദേശ് പ്രതിസന്ധിയുമൊക്കെ കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുവശത്ത് ഡെൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്ന് പതിനായിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്ന വാർത്ത കേൾക്കുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വിലക്കയറ്റം ഏറുന്ന കോണ്ടെക്സ്റ്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ പല കോണുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനകൾ നമ്മളുടെ ഇക്കണോമിയിൽ, നമ്മുടെ സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന്. ഇത് എത്രത്തോളം സാധ്യമാണ്? ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ ഞെരിഞ്ഞു മുറുക്കുന്ന ഒരു കാലം അത് ഉടനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ കരുതലോടെ, ജാഗ്രതയോടെ നമുക്ക് നേരിടുവാൻ സാധിക്കും? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമ്പത്തിക രംഗത്ത് തന്നെ വിദഗ്ധരായ രണ്ടുപേർ ഇന്ന് ഫയർ റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, സാമ്പത്തിക വിദഗ്ധ, സാമ്പത്തിക ശാസ്ത്രത്തിൽ കഴിഞ്ഞ 30 വർഷമായി ആ മേഖലയിൽ സജീവമായി ഇടപെടുന്നു. കോളമിസ്റ്റാണ്, എഴുത്തുകാരിയാണ്. ഒപ്പം ഡോക്ടർ നിതിൻ തോമസ്, അദ്ദേഹം ഭാരത് മാതാ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടുപേരെയും ഇത് ഫയർ റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒരു പ്രതിസന്ധി കാലത്തൂടെ നമ്മൾ കടന്നു പോവുക. ഇപ്പൊ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പ്രകൃതി ദുരന്തമൊക്കെ ആയിരിക്കാം നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് വരുന്നത്. എന്നാൽ ഒരു ഗ്ലോബൽ പിക്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പലയിടത്തു നിന്നും ഒരു എക്കണോമിയുടെ പ്രതിസന്ധികൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ജപ്പാനിൽ തന്നെ നമ്മൾ ഏറ്റവും പുതിയ ഡേറ്റ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ രാജ്യം പോകുന്നു. ജർമ്മനിയിലെ ഒരു വാർത്ത, 15 ലക്ഷം ആളുകൾ റിട്ടയർമെന്റിന് ശേഷം ഒരു വീണ്ടും ജോലിയിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു. മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പം അമേരിക്കയിൽ ഇലക്ഷനും കൂടെ വരുന്ന ഒരു സമയമാണ്. അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ഡേറ്റയും റിപ്പോർട്ടും ഒക്കെ ലോകം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഇവൻ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ പോലും പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ ക്രൈസിസുകൾ നമ്മുടെ സാമ്പത്തിക ഘടനയെ പോലും, സാമ്പത്തിക രംഗത്തെ പോലും വലിയ രീതിയിൽ സ്വാധീനിക്കാനുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി കാലത്തിന്റെ സൂചന അദ്ദേഹത്തിന്റെ ഡോക്ടർ നിർമ്മല സീതാരാമന്റെ സ്പീച്ചിൽ നമ്മൾ കാണുകയും ചെയ്തു. ഒരു സാധാരണക്കാരനായ ഒരു മലയാളിയെ ഈ ഗ്ലോബൽ വലിയ വാർത്തകളും നമ്മൾ പറഞ്ഞാൽ വായിൽ കൊള്ളാത്ത ഭാഷയിലുള്ള റിപ്പോർട്ടുകളെയൊക്കെ ഭയക്കേണ്ടതുണ്ടോ? സിനറി അപ്പൊ നമ്മൾ ലോക സാമ്പത്തിക ഭൂമിക പരിശോധിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മാന്ദ്യത്തിന്റെ ഒരു ലക്ഷണങ്ങൾ ചില രാജ്യങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഒരു ജപ്പാനോ ഫിൻലൻഡോ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷേ ഈ ആശങ്കപ്പെടേണ്ട വിധത്തിലുള്ള ഒരു റിസഷനിലേക്ക് പോകാനുള്ള സൂചികളൊന്നും ഇപ്പോഴും ആയിട്ടില്ല. നമ്മളിങ്ങനെ പേടിച്ചിരിക്കാൻ തക്ക വിധത്തിൽ ഇപ്പൊ നമ്മള് അമേരിക്കൻ എക്കോണമി ഇപ്പൊ പരാമർശിച്ചല്ലോ. അമേരിക്കയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് അമേരിക്കയിലൊരു സ്ലോ ഡൗൺ ഓഫ് GDP ഉണ്ട്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിന്റെ അളവ് കുറയുന്നുണ്ട്. അളവ് കുറയുന്നത് മൂലം അവിടെ ഇൻഫ്ലേഷന്റെ നിരക്ക് കൂടുന്നുണ്ട്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റൈസിങ് പ്രൈസസ്, ജനറൽ ടെൻഡൻസി ഇൻ റൈസിങ് പ്രൈസസ്, വിലക്കയറ്റം എന്ന് പറയുന്ന കുത്തനെ വില വർദ്ധിക്കുന്നു, നിരന്തരമായി വർദ്ധിക്കുന്നു. പക്ഷെ കുത്തനെ നിരന്തരമായി വില വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം ആഭ്യന്തര ഉൽപ്പന്നം കുറയുന്നത് കൊണ്ടാണ് അല്ലെ. ഉൽപാദനം കുറയുന്നത് കൊണ്ട് ഉള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു. വില വർദ്ധിക്കുമ്പോഴുള്ള മറ്റൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മണിയുടെ വാല്യൂ മാറുന്നു. ദ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി, പണത്തിന്റെ മൂല്യം കുറയുന്നു. ഇതൊക്കെയാണ് ഇൻഫ്ലേഷൻ പറയുന്നത്. അപ്പൊ ചെറിയ തോതിൽ ഇൻഫ്ലേഷൻ ഉണ്ട് ബിക്കോസ് ഓഫ് ദ ലോവറിംഗ് ഓഫ് ദ GDP റേറ്റ്. മാത്രമല്ല രണ്ടാമതൊരു റീസൺ ഈ ഫെഡറൽ റിസർവ് സിസ്റ്റം പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വർധനവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ്ട് 11 പ്രാവശ്യത്തോളം ഈ കഴിഞ്ഞ 22 മുതൽ 24 വരെയുള്ള സമയങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയുക, ഈ ഓപ്പൺ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുമ്പോൾ അത് ബാങ്ക് ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നു, അത് മാർക്കറ്റ് ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നു, അത് ജനങ്ങളുടെ കയ്യിലേക്ക് ഒഴുകുന്ന പണത്തിന്റെ ക്വാണ്ടിറ്റി, അളവിനെ ബാധിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ ആശങ്കപ്പെടാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രശ്നം അവിടെ കാണുന്നില്ല. ഇന്ത്യ പോലെ രാജ്യങ്ങൾ എടുക്കുവാണെങ്കിൽ നമ്മൾ GDP 7.8 ആയിരുന്നു കഴിഞ്ഞ വർഷം, പിന്നെ 8.2 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉൽപാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പലിശ നിരക്കിനെയോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെയോ ഒക്കെ പിടിച്ചു നിർത്താൻ പറ്റും. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എംപ്ലോയബിലിറ്റി പൊട്ടൻഷ്യലാണ് വർദ്ധിക്കേണ്ടത്. എംപ്ലോയബിലിറ്റി പൊട്ടൻഷ്യൽ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞവർ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നത് 60 വയസ്സ് ഈസ് മിഡിൽ ഏജ്. WHO നിർവചനമൊക്കെ വെച്ചുകൊണ്ട് അത് മിഡിൽ ഏജ് ആണ്. ദാറ്റ്സ് നോട്ട് പ്രായാധിക്യമല്ല, വയോജനമല്ല. വയോജനം എന്ന് വിളിക്കണമെങ്കിൽ 80 കഴിയണം. അപ്പൊ 60 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ള മനുഷ്യരുടെ
ഒരു നോളജ് പൊട്ടൻഷ്യലും അവരുടെ എക്സ്പീരിയൻസും അവരുടെ കോൺട്രിബ്യൂട്ടറി ലെവലും അവർക്ക് അതൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് അവരുടെ പൊട്ടൻഷ്യാലിറ്റി ടാപ്പ് ചെയ്യുക, ടു ടാപ്പ് ദം അറ്റ് എനി കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതൊക്കെ ടാപ്പ് ചെയ്യാവുന്ന. അതുകൊണ്ട് അവർ തിരിച്ചു ജോലി പ്രവേശിക്കുന്നത് മൈനസ് അല്ല, അത് പോസിറ്റീവാണ്. അത് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എനർജി ഒക്കെ പ്രോപ്പർലി വൈറ്റലൈസ് ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാന്യമൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു എക്കണോമിക് റീഡിംഗ്. ഡോക്ടർ നിതിൻ എങ്ങനെ കാണുന്നു ഈ റീഡിങ്ങുകൾ എങ്ങനെ കാണുന്നു? മാത്രമല്ല, നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രതിസന്ധി, അത് കേവലം ഒരു ആഭ്യന്തര പ്രതിസന്ധി അല്ല, അത് വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, ബംഗ്ലാദേശ് ക്രൈസിസ് വന്ന സമയത്ത് ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ കുതിച്ചു വരും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് കരുതിയാൽ ബംഗ്ലാദേശിന് സാധിക്കാത്ത ഒരു മാർക്കറ്റിലേക്ക് ഇന്ത്യക്ക് അവിടെ ഇന്ത്യൻ വിപണിക്ക് അവിടെ വലിയ സാധ്യത വരുന്നു. അതിന്റെ ഒരു സൈഡ്. പക്ഷെ മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം അവിടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു. അപ്പൊ ഇതെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഗ്ലോബൽ ആഗോള സാഹചര്യങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പം ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ കാണുകയും ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ ആളുകൾ സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസിന്റെ കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന ഈ ആഭ്യന്തര സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും അതിലേക്ക് റീഡ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? എക്കണോമിക് സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. പ്രത്യേകമായിട്ടെന്ന് പറഞ്ഞാൽ കോവിഡ് ആണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു ഏറ്റവും ആദ്യത്തെ ഇമ്പാക്ട്. കോവിഡിനെ തുടർന്ന് രാജ്യങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം, നമുക്ക് പരിചിതമല്ലാത്ത മാസ്കും സാനിറ്റൈസറും PPE കിറ്റും തുടങ്ങി ഒത്തിരി സാധനങ്ങളിലേക്കൊക്കെ രാജ്യങ്ങൾ പൈസ ചെലവാക്കേണ്ടി വന്ന ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് മണി സപ്ലൈയിൽ വലിയ രീതിയിൽ വർധന വന്നു. നമുക്ക് എല്ലാവർക്കും കിറ്റ് കിട്ടിയിട്ടുണ്ട്, വാക്സിൻ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഗവൺമെന്റുകളാണ് ഫണ്ട് ചെയ്തത്. അപ്പൊ അതിലൂടെ സമൂഹത്തിലെ മണി സപ്ലൈ ഉയർന്നുപോയി. മണി സപ്ലൈ, ഇൻഫ്ലേഷന്റെ മലയാള പദം എന്ന് പറയുന്നത് പണം പെരുപ്പം എന്നാണ്. പണം പെരുക. അപ്പൊ പണം പെരുകുന്നത് ഗ്ലോബലി ഒരു വലിയ ഒരു സംഭവമായി മാറുകയും പിന്നീട് അത് ആ ഒരു പ്രശ്നത്തിന് ശേഷം അത് തിരിച്ചെടുക്കാമെന്നായിരുന്നു സർക്കാരുകൾ കരുതിയെങ്കിൽ പിന്നീട് റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായതിനു ശേഷം സപ്ലൈ ഷോർട്ടേജ് ഉണ്ടായി, ഓയിലിന്റെ കുറവുണ്ടാവുകയും ഇൻഫ്ലേഷൻ പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു നിലവാരത്തിലേക്ക് പോവുകയും ചെയ്തു. അത് US എക്കോണമിയിലായിട്ട് അതെ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലാതെ UK ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാടകയും ജീവിത ചെലവൊക്കെ കൂടുകയാണ്. കാനഡയിലൊക്കെ കേൾക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോകമാകമാനം ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നീട് നമുക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞ പോലെ ഗ്ലോബൽ GDP വരുന്ന ഒരു കുറവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് കുറയുന്നു എന്നുള്ളതാണ്. ഈ ബംഗ്ലാദേശിലെ പ്രശ്നമൊക്കെ ശരിക്കും ഒന്ന് ഇഴകേറി പരിശോധിച്ചാൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു സംവരണ നിയമവുമായി ബന്ധപ്പെട്ട 30%. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉള്ള ജോലി കുറച്ചാളുകൾക്ക് മാത്രമായി പങ്കുവെച്ചു കൊടുക്കുവോ എന്നൊരു ആശങ്കയിൽ നിന്നാണ് അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് പിന്നീട് ഇത്ര വലിയൊരു കലാപമായിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അടുത്തുണ്ടായ കലാപങ്ങളാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കുടിയേറ്റക്കാരായ ആളുകൾ കൂടുതൽ ജോലികൾ കരസ്ഥമാക്കുകയും അവിടെയുള്ള ആളുകൾക്ക്, തദ്ദേശീയരായ ആളുകൾക്ക് ജോലി സാധ്യതകൾ കുറയുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് അവര് അത്തരമൊരു നെഗറ്റീവായ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് കാണുന്നത്. അപ്പൊ അതിന്റെ ട്രിഗറൊക്കെ വേറെ പലതും കോണ്ടെക്സ്റ്റുകളാണെങ്കിൽ പോലും അതിന്റെ എല്ലാം അങ്ങ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് എല്ലാം ഒരു അന്നത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സുരക്ഷിത ജീവിതത്തിനു വേണ്ടി അതിനെ ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ എന്ന് പറയുന്ന ഒരു കാര്യവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികളുടെ എല്ലാം ഒരു റൂട്ട് കോസ്. അപ്പോൾ അതിന്റെ ഇൻഡിക്കേറ്റർ എന്താണ്? അത് അങ്ങനെ ഒരു മുമ്പെങ്കും ഇല്ലാത്ത വിധം പല രാജ്യങ്ങളിൽ, പല കോണുകളിൽ, പല സമയങ്ങളിൽ ഏകദേശം സമാനമായ ഒരു സാഹചര്യങ്ങളിൽ ഇത്തരം ആളുകൾക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് സാമ്പത്തികമായി ഒരു പ്രതിസന്ധി ഈ പറയുന്ന രാജ്യങ്ങളിൽ ഉണ്ടെന്നുള്ളതാണോ, അതോ അതിലേക്ക് ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടോ? അതായത് ഈ തൊഴില് കുറയുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബൂം എന്ന് പറയുന്നത് അത് ഒരുപാട് തൊഴിലുകളെ റീപ്ലേസ് ചെയ്യും. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന പല തൊഴിൽ മേഖലകളും അന്യം നിന്ന് പോവുകയും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചെയ്തിരുന്ന ജോലികൾ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നിലവാരത്തിലേക്ക് വിപണി മാറുന്നുണ്ട്.
അപ്പൊ അത് കാലക്രമേണ ഒരുപാട് തൊഴിലുകളെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ നമ്മള് ബംഗ്ലാദേശിലെയും UK കാര്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ കണക്കുകൾ നോക്കിയാൽ നമ്മളുടെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് പല സമയങ്ങളിലായിട്ട് എംപ്ലോയ്മെന്റ് ഡാറ്റ പുറത്തു വിടുന്നില്ല. അത് തന്നെ നമ്മളുടെ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഭാഗ്യം കൊണ്ടോ നമ്മുടെ കരുതൽ കൊണ്ടോ അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് ഞങ്ങൾ എക്കണോമിസ്റ്റുകൾ ഇതിനെ വിളിക്കുക. അതായത് നമുക്ക് GDP, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യയുടെ GDP വളരുന്നുണ്ട്. 3 ട്രില്യണിൽ നിന്ന് നമ്മൾ 4 ട്രില്യണിലേക്ക് അടുത്തെത്താറായി നിൽക്കുന്നു. പക്ഷെ അതുകൊണ്ട് എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പക്കാരായ ആളുകളാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഏതാണ്ട് 65 കോടിയോളം ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അവർക്ക് ഗുണപരമായ, അവർക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ഈ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെ ഒക്കെ അവസ്ഥ നമ്മളിലേക്ക് വരും എന്നുള്ളത് അത് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ജോലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഉള്ള രീതിയിലാണ് നമ്മുടെ പോളിസികൾ മാറുന്നത്. ഇനി ഇതിനെ ചേർത്ത് പറയാനായിട്ട് ഇന്ത്യയുടെ ഒരു സാധ്യതയെ കൂടി ഞാൻ പറയാം. അതായത് കോവിഡിന് ശേഷം ലോക ട്രേഡ് വ്യവസ്ഥയിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ചൈനയെ മാത്രമായിരുന്നു പ്രധാനമായ എല്ലാ രാജ്യങ്ങളും ആശ്രയിച്ചിരുന്നത്. അപ്പോ അത് ചൈനയിൽ ഉണ്ടായ സ്ട്രിക്റ്റർ കോവിഡ് കൺട്രോൾസും അതുപോലെ തന്നെ തായ്വാനിലും ഒക്കെ ഉണ്ടായ ചിപ്പ് ഷോർട്ടേജ് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും. കാറുകളൊക്കെ പെട്ടെന്ന് കിട്ടാതാവുകയും ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വന്നു. അത് ചിപ്പ് ഷോർട്ടേജ് കാരണമാണ്. അപ്പൊ ചൈന എന്നൊരു സിംഗിൾ മാനുഫാക്ചറിങ് ഹബിനെ ആശ്രയിക്കാതെ ചൈന +1, ചൈനയും പിന്നൊരാളും എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് ഈ MNCകള്, മൾട്ടിനാഷണൽ കമ്പനികളും മറ്റു പല രാജ്യങ്ങളും മാറുന്ന ഒരു ഡിപ്ലോമാറ്റിക് പോളിസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ചൈന +1 എന്ന രാജ്യം ഇന്ത്യ ആവാനുള്ള സാധ്യതകളുണ്ട്. അതിന് ഈ തവണത്തെ എക്കണോമിക് സർവേയിൽ അത് വളരെ കൃത്യമായിട്ട് അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ചൈനയിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും ഇന്ത്യയിൽ നിന്ന് ഉൽപാദനം നടത്തി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പദ്ധതി എക്കണോമിക് സർവേയിൽ അത് വിഭാവനം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ രാജ്യത്തെ തൊഴിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പല ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും അതിന്റെയൊക്കെ കുറച്ചുകൂടെ പ്രായോഗികമായ വഴികൾ വരുന്നു. ഡോക്ടർ ക്വസ്റ്റ്യൻ ആണ് ജോസഫ്, അങ്ങ് ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഒരു മലയാളി എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്? നമ്മളൊരു ഗ്ലോബൽ, ഇപ്പം 2008 നമ്മൾ മുമ്പ് ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമ്മൾ പരിചിതമാകുന്നത്. അന്ന് നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ കാര്യമായി ബാധിച്ചില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും നമുക്കറിയാം അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും നമ്മുടെ സാമ്പത്തിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പക്ഷെ നമ്മുടെ ഒരു മലയാളിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിലക്കയറ്റമാണ്. പെട്രോളിന്റെ വില വർധന, നമ്മൾ പച്ചക്കറി കടയിലേക്ക് പോകുമ്പോൾ അല്ലെ, എല്ലാ മേഖലയിലും നമ്മൾ വില കയറുന്ന വിലക്കയറ്റത്തിന്റെ വലിയ ഒരു എക്സ്പ്രഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല നമ്മൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം UK ഉണ്ടാകുന്ന ഒരു ചെറിയ നാട്ടിലുണ്ടായ ഒരു പ്രതിസന്ധി പോലും മലയാളി അതിൽ വലിയ രീതിയിൽ നീറുന്നുണ്ട്. കാരണം നമ്മുടെ മക്കൾ ഇന്ന് കേരളത്തിൽ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ആളുകൾക്ക് ബിലോങ്ങിങ്നെസ് ടു ദ US അല്ലെങ്കിൽ UK അല്ലെങ്കിൽ കാനഡ എന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. കാരണം ലോകത്ത് എവിടെ നടക്കുന്ന പ്രശ്നങ്ങളും നമ്മളെ കണക്ട് ചെയ്യുന്നു അല്ലെ. ഈ റഷ്യ-ഉക്രൈൻ വന്നപ്പോൾ മലയാളികളായ ആളുകളെയാണ് നമ്മൾ അവിടുന്ന് ചാർട്ടേഡ് വിമാനത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതൊക്കെ നമ്മൾ മുമ്പിൽ കണ്ടതാണ്. അപ്പൊ ലോകത്ത് നമ്മളൊരു ആഗോള പൗരന്മാരായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മാറുന്നുണ്ട്. അതിന് മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണല്ലോ. അതവിടെ നിൽക്കട്ടെ. അല്ലാതെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഒരു സാധാരണക്കാരൻ എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും? 1. 2, വായിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി അങ്ങനെ വളരെ ലളിതമായി ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി കരുതൽ നമുക്കുണ്ടാകണമോ? എങ്ങനെയാണ് പ്രായോഗികമായ മലയാളിക്ക് ഇത്തരം കാര്യങ്ങളെയും വാർത്തകളെയും എങ്ങനെ മനസ്സിലാക്കി അത് അവന്റെ ബജറ്റിലും അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക മേഖലയിലും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, മലയാളിയുടെ പ്രത്യേകതകൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ആഗോള പൗരത്വത്തിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിലാണെങ്കിലും കേരളത്തിൽ തന്നെ മതി, എനിക്ക് കേരളം മതി എന്ന് ചിന്തിക്കുന്ന കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോഴേ 2 രീതിയിൽ മലയാളി മിടുക്കരാണ്. ഒന്ന്, ദേ ആർ എ ഗുഡ് കൺസ്യൂമറിസ്റ്റിക് എക്കോണമിയാണ്. കൺസംഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു വശത്ത്.
മറുവശത്ത് നമ്മളൊരു സേവിങ് എക്കോണമിയും കൂടിയാണ്. ധാരാളം മക്കൾക്ക് വേണ്ടിയും പേരക്കിടാങ്ങൾക്കും വേണ്ടി ഇത്രത്തോളം സേവ് ചെയ്യുന്ന മറ്റൊരു തലമുറയും ലോകത്തിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇത് അത്രയും സേവിങ് എക്കോണമി കൂടി, ഇത് രണ്ടും കൂടി വരുമ്പോഴുണ്ടല്ലോ മലയാളിക്ക് സൂപ്പറായിട്ട് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും നവിഗേറ്റ് യുവർ ഫിനാൻസസ് എന്ന് പറയും. ഫിനാൻസിനെ നവിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു കപ്പിത്താൻ കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ഓളങ്ങൾക്കനുസരിച്ച് നമ്മുടെ കയ്യിലാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഓളങ്ങൾക്കനുസരിച്ച് നവിഗേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന് അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മലയാളി ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് അടിച്ചിറക്കുമ്പോഴത്തേക്കും അതിന് വലിയ കരുതൽ ശേഖരമായിട്ട് ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇൻഫ്ലേഷൻ വന്നാൽ അപ്പം തടയാൻ തക്ക വിധത്തിൽ പ്രിപ്പയർഡ് ആണ് സിസ്റ്റം. നമ്മുടെ ഇൻബിൽറ്റ് സിസ്റ്റമാണത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻബിൽറ്റ്. 1935 തുടങ്ങി, 35 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അന്ന് തുടങ്ങി നമ്മൾ ഈ ഇൻബിൽറ്റ് സിസ്റ്റത്തിന്റെ ബ്യൂട്ടി ആൻഡ് സെക്യൂരിറ്റി എൻജോയ് ചെയ്യുന്നവരാണ്. സെയിം തിങ് പേഴ്സണൽ ഫിനാൻസിലേക്കും കൊണ്ടുവരണം. ഈ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ അടിയന്തര ആവശ്യത്തിന് വേണ്ടിയുള്ള തുകയെന്ന് പറയുന്നത് നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, അടുത്ത 6 മാസം പണിയില്ലാണ്ടായാൽ എങ്ങനെ ജീവിക്കും? പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ IT മേഖലയിലായിരുന്നു, പെട്ടെന്ന് അതെ റിസഷൻ വന്ന ജോലി, 6 മാസത്തേക്ക് എനിക്ക് ജീവിക്കണം. 6 മാസത്തേക്ക് എൻ്റെ EMI അടയ്ക്കണം, അത്യാവശ്യം പെട്രോൾ അലവൻസ് വേണം, അടുക്കള മാനേജ് ചെയ്തിട്ട് പോകണം, മാറ്റി വെക്കാവുന്ന ചിലപ്പോൾ കംഫർട്ട് ഗുഡ്സ് ലക്ഷറി ഗുഡ്സ് ഒക്കെ മാറ്റി വെച്ചേക്കാം, പക്ഷെ നെസസറി പ്രോഡക്ട്സ് മാറ്റി വെക്കാൻ പറ്റത്തില്ല. നെസസറി പ്രോഡക്ട്സ്, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അടുത്ത 6 മാസം മുന്നിൽ കണ്ട ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ആൾക്കാരെ ഫിനാൻസ് മാനേജ്മെന്റ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ അടുക്കലൊക്കെ ഫിനാൻസ് കൺസൾട്ടൻസിക്ക് വരുന്ന ആൾക്കാർ എപ്പോഴും കടം കയറി നിസ്സഹായാവസ്ഥയിലേ വരുള്ളൂ. ചിലപ്പോൾ നമുക്ക് ചിരി വരും. ഇവരൊരു 2 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് അവർക്ക് നല്ല എക്കണോമിക് പ്ലാനിങ് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇപ്പൊ 8 ലക്ഷത്തിന്റെ കടമുണ്ട്, 18 ലക്ഷമുണ്ട്, 40 ലക്ഷം ഉണ്ടെന്നും പറഞ്ഞ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ടാപ്പ് ചെയ്യാൻ പഠിപ്പിക്കും എന്നുള്ളത് പലപ്പോഴും ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരിടുന്ന വലിയ ചോദ്യമാണ്, വലിയ പ്രതിസന്ധി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഗ്ലോബൽ എക്കോണമി സിനേറിയയിലേക്ക് റിസഷന്റെ ഒക്കെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും വെൽ പ്രിപ്പയർഡ് ടു നാവിഗേറ്റ് യുവർ ഫിനാൻസ്. നമുക്ക് 2 സോഴ്സ് ഓഫ് ഇൻകം കുറഞ്ഞ ഒരാൾക്ക് ഉണ്ടാകണം. ഒന്ന് ഒരു ഫിക്സഡ് ഇൻകം, ദാറ്റ് മേ ബി എ സാലറി ഓർ സംതിങ്, എ ഫിക്സഡ് ഇൻകം. 2 ഒരു വേരിയബിൾ ഇൻകം, ഒരു സബ്സിഡിയറി ഇൻകം ആണ് വേരിയബിൾ ഇൻകം. അത് വരും പോവും, കിട്ടിയെന്നിരിക്കും കിട്ടിയില്ലെന്നിരിക്കും, അത് വന്നും പോയി ഇരിക്കും. അത് ആദ്യത്തത് നമ്മുടെ തൊഴിലാണ്, രണ്ടാമത്തത് നമ്മുടെ പാഷനാണ്. പാഷൻ റിലേറ്റഡ് ഫ്ലെക്സിബിൾ ഇൻകവും ഒരു ഫിക്സഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുക, അല്ലെ? അപ്പോൾ ഒരു വാതിൽ അടഞ്ഞാലും മറ്റു വാതിലുകൾ പലതാണ്, പലതായിരിക്കാം, ആടുന്നോ പാടുന്നോ എന്തെങ്കിലുമൊക്കെ. മലയാളിക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് പൈസ ഉണ്ടാക്കാൻ അറിയാന്നേ, പക്ഷെ അതിന് പ്രോപ്പർലി ഓറിയന്റേഷൻ ഇല്ലാത്തത്. കഷ്ടപ്പെടും. ലോകമെമ്പാടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം, മലയാളിയുടെ അധ്വാനശീലത്തെ പുകഴ്ത്താത്തവരില്ല. ഓ യുവർ പീപ്പിൾ, ചില രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ UK, ജർമ്മനി, ഓ യുവർ പീപ്പിൾ സച്ച് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, വെരി ഗുഡ്, ഡിപ്പെൻഡബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മലയാളിക്ക് അറിയാം കഷ്ടപ്പെടാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ, പക്ഷെ നാവിഗേഷൻ അറിയത്തില്ല. ഈ നാവിഗേഷൻ പഠിപ്പിച്ചു കൊടുക്കുക ത്രൂ എമർജൻസി ഫണ്ടും അല്ലെങ്കിൽ ത്രൂ പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്. ഡോൺ ഇൻവെസ്റ്റ്മെന്റ് എവറിങ് അണ്ടർ വൺ ബാസ്ക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. നിങ്ങളുടെ എല്ലാ മുട്ടകളും വരട്ടെ ഇതിനകത്ത് കൊണ്ടിടരുത്, ടു ഡൈവേഴ്സിഫൈ യുവർ ഇത്. അപ്പൊ മലയാളം അനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ലാൻഡ് എക്കോണമി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഒരു ലാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത്ര ഏക്കറോട് ഇത്ര ഭൂമിയുണ്ടെന്ന് പറയണവൻ അന്യം ജന്മി. ഇപ്പൊ നേരെ തിരിച്ചല്ലേ. ഇപ്പൊ അതിനോടൊക്കെ മാറി ഈ ലാൻഡ് ഒന്നും എങ്ങനെ, ഇപ്പൊ എത്രയോ പേര് എന്നെ ഫോൺ വിളിച്ചിട്ട് ടീച്ചറെ അവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കണം, ഒന്ന് വിറ്റ് തരുമോ, വിറ്റ് കിട്ടുമോ എന്ന് ചോദിക്കണം. കാരണം ഇനി അത് വേണ്ട. കഴിഞ്ഞ ദിവസം അബുദാബി ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു കണ്ണൂർ കുറച്ചധികം പ്രോപ്പർട്ടി, അതിന് 1 ഏക്കർ എങ്ങനെയൊക്കെ ഒന്ന് വിറ്റ് തരുമോ, മോനെ പഠിപ്പിക്കാൻ 50 ലക്ഷം വേണം. അതിനുവേണ്ടി വേറെ ഒന്നും വേണ്ട, മോനെ UK വിട്ട് പഠിപ്പിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. ഈ 50 ലക്ഷം രൂപ ആ സ്ഥലം എന്തിനോട് കിടക്കണത്? ഞങ്ങൾക്കും വേണ്ട, അടുത്ത തലമുറയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട. കാരണം ലാൻഡ് എക്കോണമിയെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റും കൺസിഡറേഷൻസും എല്ലാം മാറി. ഈ മാറുന്നതിനനുസരിച്ച് ഫിനാൻസിനെ നാവിഗേറ്റ് ചെയ്യാൻ നമ്മളാണ് ബോസ്. വി ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് അവർ ഫിനാൻസ്, നോട്ട് എ സെർവൻസ്. മണിയുടെ നമ്മൾ സെർവൻസ് അല്ല, നമ്മൾ മാസ്റ്റേഴ്സാണ്. സോ ഇഫ് യു കാൻ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു. പണത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, പണം കയറി നിങ്ങളെ കൈകാര്യം ചെയ്യും. അപ്പൊ നമ്മളെ കയറി പണം കൈകാര്യം ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾ എക്കണോമിക്സ് പ്രൊഫസേഴ്സ് ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത്. എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അതിനു വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്കൂൾ ലെവൽ തുടങ്ങി ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല, ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നോ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നോ 40 വയസ്സ് ആൾക്കാർക്ക് അറിയത്തില്ല അതെന്താണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുമില്ല. സംതിങ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ന്യൂനതയായിട്ട് പറയാം. നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം. അതുകൊണ്ട് മലയാളിയുടെ ഈ 6th സെൻസിനെ, അവന് ജീവിക്കാൻ അറിയാം, അവന് പണിയെടുക്കാൻ അറിയാം, കഷ്ടപ്പെടാൻ അറിയാം, എല്ലാം അറിയാം. മലയാളിയുടെ അതിനെ പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക. അതിനാണ് നമുക്ക് പ്രോപ്പർ ഫിനാൻഷ്യൽ ഗൈഡൻസ് വേണ്ടത്.
ശരി, വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഡോക്ടർ നിതിൻ, ഇവിടെ നമ്മൾ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പം അത് ജോലി കിട്ടുക എന്നതാണ് നമ്മളുടെ ഒരു വായന. ഇപ്പം ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു മീറ്റിംഗിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അപ്പൊ ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ ജോലി കിട്ടാത്തത്, അപ്പൊ ഞങ്ങൾ ഇത്രയെല്ലാം പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പാസ്സായി ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. അന്ന് അദ്ദേഹം കൊടുക്കുന്നതിന് മറുപടിയുണ്ട്, നിങ്ങൾ കുറച്ചെങ്കിലും ബോധമുള്ള ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ജോലി, ഒരാളുടെ വാതിൽക്ക് പോയി ജോലി കിട്ടുന്നതിനെ കുറിച്ചായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുക, പകരം നിങ്ങൾക്ക് കുറെ അധികം പേർക്ക് നിങ്ങൾ തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങി അങ്ങനെ 10 പേർക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യമായിരിക്കും നിങ്ങൾ കാണുക എന്നാണ് പറയുക. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇന്നിപ്പോ കർണാടക ഗവൺമെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, സംരംഭം നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തേക്കിന് 25,000 രൂപ വീതം നമ്മൾ ഒരു നിശ്ചിത തുക നിങ്ങൾ ജോലി രാജിവെച്ചിറങ്ങുന്നവർക്ക് അത്രയും ഒരു ഗവൺമെന്റ് സംവിധാനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നു. അപ്പൊ നമുക്കറിയാം AI നമ്മുടെ എല്ലാ മേഖലയിലും നമ്മളുടെ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത അത് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഉദാഹരണം, ഇത് AI ഒക്കെ നമ്മൾ കാണുന്നതിന് മുമ്പ്, ChatGPT ഒക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഓക്സ്ഫോർഡിന്റെ എംപ്ലോയബിലിറ്റിയെ കുറിച്ചുള്ള അവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് 30 to 40% 2030 ആകുമ്പോഴേക്കും 30% ജോലികളും അന്ന് മനുഷ്യർ ചിന്തിക്കാത്ത ജോലികളായിരിക്കും എന്നൊക്കെ. അന്നത് പറയുമ്പോൾ പോലും ഞാൻ ഉൾപ്പെടെ ആളുകൾ എന്തായിരിക്കും, പക്ഷെ ഇപ്പൊ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പല ജോലികളും മെഷീൻസും AIയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ മുന്നോട്ടുള്ള ഒരു കാലത്തെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ സർക്കാർ ജോലികളിൽ പരീക്ഷ എഴുതി ജയിക്കുന്ന കാലം, അല്ലെങ്കിൽ അതിൽ ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയിൽ കുറവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എല്ലാ മേഖലയിലും ടെക്നോളജി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും ബേസ് തൊഴിലാണെന്ന് ലോകം പറയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അങ്ങ് കൃഷിയിലാണ്, അങ്ങയുടെ ഗ്രൂപ്പ് ഫാമിങ്ങിലാണ് അങ്ങ് PhD പോലും ചെയ്യും. തീർച്ചയായും കൃഷിയിൽ പോലും അതിനകത്ത് വലിയ പൊട്ടൻഷ്യൽ നമ്മൾ കാണാത്ത ഒരു കാലത്തു കൂടിയാണ്, അല്ലെങ്കിൽ അതിനൊരു വാണിജ്യ സാധ്യതകൾ പോലും കാണാത്ത ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളുടെ ഒരു കാലത്തിനെ അതിജീവിച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമായി ഗവൺമെന്റിനെ നമ്മൾ പലരും കാണുന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോലിയാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റുകൾക്ക് നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. പിന്നെ ഗവൺമെന്റിന് നമ്മുടെ പോപ്പുലേഷന്റെ വർദ്ധിച്ചു വരുന്ന ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ജോലി കൊടുക്കുന്നതിന് പകരം അവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ചെലവഴിക്കേണ്ട ആവശ്യകതകളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ജോലി കൊടുക്കുക എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യമുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾ, MSME എന്ന് പറയും, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾ, അതായത് വളരെ ചെറിയ രീതിയിൽ നടത്തുന്ന സംരംഭങ്ങൾ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ പറയുന്ന ആളുകളെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യാനും 25 മുതൽ 100 പേരെയൊക്കെ വരുന്ന തൊഴിലാളികളെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സംരംഭങ്ങൾ, അപ്പൊ അത്തരത്തിലുള്ള തൊഴിലാളി സംരംഭങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ഇത്തവണത്തെ ബജറ്റിൽ കൃത്യമായ പരാമർശമുണ്ട്, എങ്ങനെ അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റിയാണ്. നമ്മുടെ കുട്ടികളുടെ എംപ്ലോയബിലിറ്റി വളരെയധികം കുറവാണെന്നാണ് സർവേ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ ഈ വർഷത്തെ ബജറ്റിൽ ഇടം കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലൂടെ ഇന്ത്യയുടെ സാധ്യതകളെ ഇന്ത്യക്കാരിലൂടെ തന്നെ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഒന്നും വേറെ രാജ്യത്തു നിന്നും വരാനില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അത്തരത്തിൽ സംരംഭകരെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കും. കേരളത്തിന്റെ ഒരു ചരിത്രം നോക്കിയാൽ, കേരളത്തിന്റെ ഒരു കുറച്ചു കാലം മുമ്പത്തെ ചരിത്രം നോക്കിയാൽ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചരിത്രമല്ലായിരുന്നു. എല്ലാവരും വളരെ നെഗറ്റീവായിട്ടാണ് സംരംഭകരെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും വളരെ, സർക്കാർ തുടങ്ങിയിട്ട് സഭ പോലും നമ്മളെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് സംരംഭകത്തെ കാണുന്നത്. ഈ അമേരിക്ക, ചൈന തുടങ്ങിയ വൻ എക്കോണമി, നമ്മളെക്കാൾ മുൻപുള്ള എക്കോണമികളെ നോക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും മെച്ചപ്പെട്ടത് ഈ സംരംഭകത്വത്തിന്റെ പേരിൽ തന്നെയാണ്. നമുക്കറിയാവുന്ന എല്ലാ സംരംഭങ്ങളും ഈ രാജ്യങ്ങളിൽ നിന്നല്ല. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും. ഇപ്പൊ ടെസ്ലയെ മറികടന്നിരിക്കുന്നു ചൈനയിൽ നിന്നുള്ള BYD ഇലക്ട്രിക് കാറുകൾ. അപ്പൊ അത്തരത്തിലുള്ള സംരംഭങ്ങളാണ് ആ രാജ്യത്തെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് കാതലായ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെയാണ്. അല്ലേ? അതെ. അപ്പൊ അതില് ചെറിയ പ്രായം തൊട്ട് തന്നെ നമുക്ക് സമ്പത്തുണ്ടാക്കുന്നതിന്റെ സാധ്യതകളും അല്ലെങ്കിൽ അതിന്റെ സ്കില്ലുകൾ അല്ലെ അപ്സ്കില്ലിംഗ് പോലുള്ള അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഇതിന്റെ അങ്ങ് മേഡം പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവരണം. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അക്കാഡമിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയും അക്കാഡമിയെ രണ്ട് റെയിൽപാളം പോലെ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പരാധീനത കിടക്കുന്നത്. ഇൻഡസ്ട്രി എപ്പോഴും അക്കാഡമിയായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഫേസ്ബുക്കിന്റെ സിഇഒ സക്കർബർഗ് ഒരു ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ള വിശേഷം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം എല്ലാ ആഴ്ച അദ്ദേഹത്തിന്റെ പ്രൊഫസേഴ്സിനെ കാണാൻ പോവുകയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും അതിന്റെ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അതിന്റെ സൊല്യൂഷനുമായിട്ട് പ്രൊഫസേഴ്സ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വേറൊരു ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ, കോവിഡ് വന്നപ്പോൾ ഒരു വാക്സിൻ വേണമെന്ന് ലോകം എല്ലാവരും ആഗ്രഹിച്ചു. എവിടെ നിന്നാണ് ആ വാക്സിൻ വന്നത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ അധ്യാപകർ, സംരംഭകരും അധ്യാപകരും തമ്മിൽ കാണാനുള്ള ഒരു സംവിധാനമായി മാറുകയും അവരുടെ പ്രശ്നങ്ങൾ അധ്യാപകർ അക്കാഡമിക് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്ക്, അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുകയും അതിലൂടെ കൂടുതൽ അപ്സ്കില്ലിംഗ് നടക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ലിങ്ക് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യപടിയൊക്കെ വെച്ച് കഴിഞ്ഞു. 4 year UG പ്രോഗ്രാമിലൂടെ കേരളവും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ഇന്ത്യയും അതിൽ അത്തരം മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രായമാണ്. പ്രായത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അധികം കാലം നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററായി മാറാതിരിക്കാനുള്ള ശ്രമങ്ങളും കരുതലും നമ്മുടെ കയ്യിൽ നിന്ന് വേണം. തീർച്ചയായും. സോ ഡോക്ടർ കൊച്ചുണ്ണി ജോസഫ്, നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങ് ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നമുക്ക് കരുതിയിരിക്കണം. അങ്ങ് പറയുന്നത് പോലെ ഒരു സമ്പത്തിന്റെ 6 മാസക്കാലം നമുക്കൊരു പ്രതിസന്ധി കാലത്തെ തരണം ചെയ്യാനുള്ള ഒരു നിധിയുമായി നമ്മൾ കാത്തു നിൽക്കണമെന്ന് പറയുന്നു. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഈ മുന്നോട്ടുള്ള യാത്രയിൽ അത് ലോകത്തിന്റെ പ്രതിസന്ധികളോ സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമൊക്കെ നമ്മൾ അല്ലെ അതൊക്കെ ഒരു ക്രൈസിസ് ആയി മാറുന്ന ഒരു കാലം കൂടിയാണല്ലോ. ഇതിനെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? ഫൈനലി എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വരിയാണ് ഇതിങ്ങനെയാണ്: ഒരാൾ ദരിദ്രനായി ജനിക്കുന്ന അയാളുടെ കുറ്റം കൊണ്ടല്ല, അയാളുടെ ചോയ്സ് അല്ല. ബട്ട് ഒരാൾ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെയും കൂടി കുഴപ്പമാണ്, അയാളുടെയും കൂടി കുഴപ്പം അതിനകത്തുണ്ട്. തീർച്ചയായും. അപ്പം ആ ഒരു വരിയെ നമ്മൾ മുന്നിൽ നിർത്തി ചിന്തിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്കണോമിക് പ്ലാനിങ് വ്യക്തികൾക്കുണ്ടാവുക, സംരംഭങ്ങൾക്കുണ്ടാകുക. നമ്മൾ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് തമ്മിൽ രണ്ട് ശാഖകളുണ്ട്. മൈക്രോ മീൻസ് സ്മോൾ, മൈന്യൂട്ട്. മാക്രോ മീൻസ് അഗ്രഗേറ്റ്, ടോട്ടൽ. ഈ മൈക്രോ ലെവലിൽ ചെയ്യുന്നതിന്റെ ടോട്ടാലിറ്റിയാണ് ഈ മാക്രോ ലെവലിൽ വരുന്നത്. ഇപ്പൊ സ്വകാര്യ വ്യക്തികളുടെ മണി മാനേജ്മെന്റ് ഒരു എക്കോണമിയുടെ മണി മാനേജ്മെന്റ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തികളും സംരംഭങ്ങളും സംവിധാനങ്ങളും ഈ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ലീവ് വിതിൻ ദ ലിമിറ്റഡ് മീൻസ്. റിസഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടി വരും കുറച്ച് കാലഘട്ടത്തിലേക്ക്. നമ്മുടെ ഉള്ള ഇതിനകത്ത് ജീവിക്കുക എന്ന് നമ്മൾ പറയും, ഉള്ളതുപോലെ. പിന്നെ ഉള്ളതുപോലെ എപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഉണ്ടാകില്ല. ഗ്രോത്ത് ഉണ്ടാകണം. നമുക്ക് രണ്ടും വേണം. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാവ് ആസ്പിറേഷൻസ് ടു ഇംപ്രൂവ് എന്ന് പറയുന്നത്. ഉള്ളതിനെ നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ റിസഷൻ വരുവാണെങ്കിൽ ഓക്കെ, അത് അംഗീകരിക്കുന്നു, അതനുസരിച്ച് അപ്പം നമ്മുടെ ചെലവ് ചുരുക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എക്കോണമിയിൽ പ്രൊഡക്ഷൻ വളരണം, എക്കോണമിയിൽ കൺസംഷൻ വളരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മളിലൊക്കെ ഉണ്ടാകണം ഈ പറഞ്ഞ പോലെ ഒരു ഓണ്ടർപ്രണറിയൽ സ്പിരിറ്റ്. അതൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു ദ കൺട്രിയാണ്. എൻ്റെ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിക്കണം. ഈ സമ്പത്ത് വർദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മിഷണറി എന്നുള്ള വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അല്ലാണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നതൊന്നും തെറ്റാണെന്നൊന്നും അല്ല. എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള എത്തിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ അവിടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത് സമ്പത്തിനെ മാന്യമായി കരുതുകയും വളർത്തുകയും പങ്കുവയ്ക്കുകയും കരുതുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള വളർച്ച, അതാണ് ഗ്രോത്ത്. എക്സലന്റ്. ഒരു പക്ഷേ ഈ ഒരു ആദ്യത്തെ ഫയർ റൂമിൽ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഡോക്ടർ കൊച്ചുണ്ണി ജോസഫ് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു പക്ഷേ US-ലെയോ അല്ലെങ്കിൽ ബ്രിട്ടനിലെയോ അല്ലെങ്കിൽ ജർമ്മനിയിലെയോ ഒക്കെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ അത് ഒരു ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ബാധിക്കുകയും ഇന്ത്യയും കേരളത്തെയും ഒക്കെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക്
ഈ മൊമെന്റിൽ നമ്മൾ പോകുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം മുന്നോട്ട് വരുന്ന പ്രതിസന്ധികൾ, ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാമൂഹിക സാമ്പത്തിക മേഖലയിൽ വരുന്ന വ്യതിയാനങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒരു കാലത്ത് എത്തിച്ചേക്കാം. ഏത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഇപ്പോൾ തന്നെ ഒരു സേവിങ് മെന്റാലിറ്റി, കാര്യങ്ങളെ സൂക്ഷ്മമായി, പണത്തെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സാക്ഷരത, അതാണ് മലയാളിക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക് എല്ലാവർക്കും ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം ബോധ്യങ്ങളിലൂടെ നമ്മുടെ മക്കളെ വളർത്താനും അങ്ങനെ വളരെ ഇന്റലിജന്റ് ആയി പണത്തെ വിനിയോഗിക്കുന്ന, ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള കെൽപ്പുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് ഡോക്ടർ കൊച്ചിനാണി ജോസഫ്, ഒപ്പം ഡോക്ടർ നിതിൻ തോമസ്, രണ്ടുപേർക്കും നന്ദി.